കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ വലിയൊരു വിവാദമായിരുന്നു ആറന്മുള വിമാനത്താവള പദ്ധതി. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിക്കാൻ ചിലർ തീരുമാനിച്ചു. ഈ പദ്ധതി പിന്നീട് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനം കേരളത്തിന് ആവശ്യമില്ലെന്ന് ജനങ്ങൾ തെളിയിച്ചു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പദ്ധതിയുടെ ചരിത്രം വളരെ വ്യക്തമാണ്. ഈ പദ്ധതി എങ്ങനെ തുടങ്ങിയെന്നും അതെങ്ങനെ അവസാനിച്ചുവെന്നും നമുക്ക് പരിശോധിക്കാം. ആറന്മുള എന്ന ഗ്രാമത്തിന്റെ പ്രത്യേകതകൾ ആദ്യം മനസ്സിലാക്കണം. പമ്പാ നദിയുടെ തീരത്തുള്ള ഒരു മനോഹരമായ ഗ്രാമമാണ് ആറന്മുള. ലോക പൈതൃക ഗ്രാമങ്ങളുടെ പട്ടികയിൽ ആറന്മുളയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ആറന്മുള കണ്ണാടിയും ഉത്രട്ടാതി വള്ളംകളിയും ലോക പ്രശസ്തമാണ്. ഇവിടത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവനം കൃഷിയായിരുന്നു. ആറന്മുള പുഞ്ച എന്നറിയപ്പെടുന്ന വലിയ നെൽപ്പാടങ്ങൾ ഈ ഗ്രാമത്തിന്റെ ജീവനാഡിയാണ്. ഈ നെൽപ്പാടങ്ങൾ നികത്തി വിമാനത്താവളം പണിയാനാണ് ചിലർ ശ്രമിച്ചത്. 2009 മുതലാണ് ഈ പദ്ധതിയുടെ തുടക്കത്തിൽ ഇതൊരു വിദ്യാഭ്യാസ ട്രസ്റ്റിന്റെ പദ്ധതിയായിരുന്നു. മൗണ്ട് സിയോൺ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്ന സ്ഥാപനം ആറന്മുളയിൽ കുറച്ച് ഭൂമി വാങ്ങി. വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ഇത്. പിന്നീട് ഈ ഭൂമി KGS എന്ന സ്വകാര്യ കമ്പനിക്ക് അവർ വിറ്റു. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വ്യവസായ ഗ്രൂപ്പാണ് KGS ഗ്രൂപ്പ്. അവർ ഇവിടെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം പണിയാൻ തീരുമാനിച്ചു. 2010 അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ഈ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകി. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി കമ്പനി തന്നെ കണ്ടെത്തണം എന്ന വ്യവസ്ഥയിലായിരുന്നു അംഗീകാരം. KGS കമ്പനി വലിയൊരു പദ്ധതിയാണ് വിഭാവനം ചെയ്തത്. 2000 കോടി രൂപയായിരുന്നു പദ്ധതിയുടെ മുതൽ മുടക്ക്. 500 ഏക്കറോളം ഭൂമി ഇതിനായി ആവശ്യമായിരുന്നു. ബോയിംഗ് വിമാനങ്ങൾ ഉൾപ്പെടെ ഇറക്കാൻ കഴിയുന്ന വലിയ വിമാനത്താവളമാണ് അവർ ലക്ഷ്യമിട്ടത്. എന്നാൽ ഈ പദ്ധതിക്ക് വേണ്ടി കണ്ടെത്തിയ സ്ഥലം തീരെ അനുയോജ്യമായിരുന്നില്ല. വിമാനത്താവളം പണിയാൻ ഉദ്ദേശിച്ച സ്ഥലത്തിന്റെ 90% നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളുമായിരുന്നു. ആറന്മുള, മല്ലപ്പുഴശ്ശേരി, കിടങ്ങന്നൂർ, മെഴുവേലി എന്നീ വില്ലേജുകളിലായാണ് ഈ ഭൂമി കിടന്നിരുന്നത്. ഇവിടെ വിമാനത്താവളം പണിയണമെങ്കിൽ ഈ നെൽപ്പാടങ്ങൾ മുഴുവൻ മണ്ണിട്ട് നികത്തണം. കൂടാതെ ഇതിനു ചുറ്റുമുള്ള കുന്നുകൾ ഇടിച്ചു നിരത്തണം. ഇത് വളരെ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. നെൽപ്പാടങ്ങൾ നികത്തുന്നത് കേരളത്തിലെ നിയമങ്ങൾക്ക് എതിരാണ്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഇവിടെ ലംഘിക്കപ്പെടും. അതുപോലെ ഭൂപരിഷ്കരണ നിയമവും ലംഘിക്കപ്പെടും. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മാത്രമല്ല, മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ആറന്മുള ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ ഇത് ബാധിക്കുമെന്ന് ചിലർ ഭയന്നു. ക്ഷേത്രത്തിന്റെ കൊടിമരത്തേക്കാൾ ഉയരത്തിൽ വിമാനങ്ങൾ പറക്കുന്നത് ആചാരങ്ങൾക്കെതിരാണെന്ന് അവർ വാദിച്ചു. പമ്പാ നദിയിലേക്കുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. കമ്പനി നിയമവിരുദ്ധമായി പല കാര്യങ്ങളും ചെയ്തു തുടങ്ങി. നെൽപ്പാടങ്ങൾ നികത്താൻ അവർ ആരംഭിച്ചു. പമ്പാ നദിയുടെ ഒരു പ്രധാന കൈവഴിയായ കോഴിത്തോട് അവർ മണ്ണിട്ട് അടച്ചു. ഇത് പ്രദേശത്തെ സ്വാഭാവിക ജലമൊഴുക്കിനെ തടസ്സപ്പെടുത്തി. മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാതായി. ഇത് വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്ന് നാട്ടുകാർ ഭയന്നു. കൂടാതെ കുന്നുകൾ ഇടിച്ചത് മൂലം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു. ഈ സമയത്താണ് ജനങ്ങൾ പ്രക്ഷോഭ രംഗത്തേക്ക് വന്നത്. ആറന്മുള പൈതൃക ഗ്രാമ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. പ്രദേശവാസികൾ ഒന്നടങ്കം ഈ സമിതിയിൽ ചേർന്നു. പരിസ്ഥിതി പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും അവർക്ക് പിന്തുണ നൽകി. പ്രശസ്ത കവയിത്രി സുഗതകുമാരി ടീച്ചർ ഈ സമരത്തിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു. കുമ്മനം രാജശേഖരൻ, VM സുധീരൻ, VS അച്യുതാനന്ദൻ, P പ്രസാദ് തുടങ്ങിയ നേതാക്കളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. സമരം വളരെ വേഗം ശക്തി പ്രാപിച്ചു. ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ പോലുള്ള പ്രമുഖർ പദ്ധതിക്കെതിരെ സംസാരിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ഒരു പദ്ധതിയും വേണ്ടെന്ന് അവർ പറഞ്ഞു. ഇതിനിടെ 2011 കേരളത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരാണ് അധികാരത്തിൽ വന്നത്. അവർ ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ നോ ഒബ്ജക്ഷൻ ലെറ്ററും അവർ നൽകി. സർക്കാർ ഈ പദ്ധതിയിൽ 10% ഓഹരി പങ്കാളിത്തം എടുക്കാനും തീരുമാനിച്ചു. ഇത് സമരക്കാരെ കൂടുതൽ പ്രകോപിപ്പിച്ചു. വിമാനത്താവള കമ്പനിക്ക് അനുകൂലമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് അവർ ആരോപിച്ചു. കമ്പനി കേന്ദ്ര സർക്കാരിൽ നിന്നും പല അനുമതികളും നേടിയെടുത്തു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി അവർക്ക് ലഭിച്ചു. 2013 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും അവർക്ക് അനുമതി നൽകി. എന്നാൽ നിയമസഭയുടെ പരിസ്ഥിതി സമിതി ഈ പദ്ധതിയെ ശക്തമായി എതിർത്തു. CP മുഹമ്മദ് MLA അധ്യക്ഷനായ സമിതി ആറന്മുള സന്ദർശിച്ചു. പദ്ധതി പ്രദേശം പൂർണ്ണമായും നെൽവയലുകളാണെന്ന് അവർ റിപ്പോർട്ട് നൽകി. ഈ പദ്ധതി പ്രകൃതിക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് സമിതി വ്യക്തമാക്കി. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും പദ്ധതിക്കെതിരെ റിപ്പോർട്ട് നൽകി. ഭൂമിയുടെ ഘടന മാറ്റുന്നത് വലിയ പാരിസ്ഥിതിക നാശം ഉണ്ടാക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. സമരക്കാർ നിയമ പോരാട്ടവും ആരംഭിച്ചു. ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ അവർ പരാതി നൽകി. പരിസ്ഥിതി പ്രവർത്തകനായ CR നീലകണ്ഠൻ, ഹരീഷ് വാസുദേവൻ തുടങ്ങിയവർ ഇതിനായി മുന്നോട്ടിറങ്ങി. ചെന്നൈയിലുള്ള ഹരിത ട്രൈബ്യൂണലിന്റെ ദക്ഷിണ മേഖലാ ബെഞ്ച് ഈ കേസ് വിശദമായി പഠിച്ചു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകിയ അനുമതി തെറ്റാണെന്ന് അവർ കണ്ടെത്തി. KGS കമ്പനി നൽകിയ വിവരങ്ങൾ പലതും തെറ്റായിരുന്നു. പദ്ധതി പ്രദേശം നെൽവയലുകളാണെന്ന കാര്യം കമ്പനി മറച്ചുവെച്ചു. കുന്നുകളും തോടുകളുമുള്ള കാര്യം അവർ പരിസ്ഥിതി മന്ത്രാലയത്തെ അറിയിച്ചില്ല.
ഇത് ഹരിത ട്രൈബ്യൂണൽ വളരെ ഗൗരവമായി എടുത്തു. 2014 മെയ് 28-ന് ട്രൈബ്യൂണൽ ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചു. ആറന്മുള വിമാനത്താവളത്തിന് നൽകിയ പാരിസ്ഥിതിക അനുമതി അവർ റദ്ദാക്കി. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ അവർ ഉത്തരവിട്ടു. ഇത് KGS കമ്പനിക്കും സംസ്ഥാന സർക്കാരിനും വലിയ തിരിച്ചടിയായിരുന്നു. ഹരിത ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ കമ്പനി സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്നും അവർക്ക് അനുകൂലമായ വിധി ലഭിച്ചില്ല. അതോടെ പദ്ധതി പൂർണ്ണമായും പ്രതിസന്ധിയിലായി. കേന്ദ്രത്തിൽ പുതിയ സർക്കാർ വന്നതോടെ വിമാനത്താവള പദ്ധതിക്ക് ലഭിച്ചിരുന്ന പല അനുമതികളും റദ്ദാക്കപ്പെട്ടു. ജനങ്ങളുടെ നിരന്തരമായ സമരത്തിന് വലിയൊരു വിജയം ലഭിച്ചു. 2016-ൽ കേരളത്തിൽ ഭരണമാറ്റമുണ്ടായി. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ ജനങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു. അധികാരത്തിൽ വന്നാൽ ആറന്മുള വിമാനത്താവള പദ്ധതി ഉപേക്ഷിക്കുമെന്നായിരുന്നു ആ വാഗ്ദാനം. സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ ആ വാഗ്ദാനം പാലിച്ചു. വിമാനത്താവള പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ നൽകിയ എല്ലാ അനുമതികളും അവർ റദ്ദാക്കി. പദ്ധതി പ്രദേശത്തെ വ്യവസായ മേഖല എന്ന പ്രഖ്യാപനവും പിൻവലിച്ചു. അതോടൊപ്പം മറ്റൊരു ചരിത്രപരമായ തീരുമാനം കൂടി സർക്കാർ എടുത്തു. വിമാനത്താവളത്തിന് വേണ്ടി നികത്തിയ പാടങ്ങളിൽ വീണ്ടും കൃഷി ഇറക്കാൻ സർക്കാർ തീരുമാനിച്ചു. 2016 സെപ്റ്റംബറിൽ ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും കൃഷിമന്ത്രി VS സുനിൽകുമാറും ചേർന്ന് ഇതിന് തുടക്കം കുറിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് പാടത്ത് വിത്ത് വിതറിയാണ് കൃഷി ഉദ്ഘാടനം ചെയ്തത്. അടഞ്ഞുകിടന്ന തോടുകളും നീർച്ചാലുകളും പുനർനിർമ്മിച്ചു. മണ്ണിട്ട് നികത്തിയ ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമങ്ങൾ നടന്നു. വർഷങ്ങൾക്ക് ശേഷം ആറന്മുളയിലെ പാടങ്ങളിൽ വീണ്ടും പൊന്നുവിളഞ്ഞു. ജനങ്ങളുടെ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു അത്. ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി നഷ്ടപ്പെടുമായിരുന്ന പ്രകൃതിയെ അവർ തിരിച്ചുപിടിച്ചു. വിമാനത്താവള പദ്ധതി അതോടെ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടു. പകരം ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി മറ്റൊരു വിമാനത്താവളം സർക്കാർ ആലോചിച്ചു. കോട്ടയം ജില്ലയിലെ ചെറുവള്ളി എസ്റ്റേറ്റിൽ പുതിയ ശബരിമല വിമാനത്താവളം പണിയാനാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്നാൽ ആറന്മുളയുടെ കഥ ഇവിടെ അവസാനിച്ചില്ല. 2025-ൽ വീണ്ടും ചില വിവാദങ്ങൾ അവിടെ ഉണ്ടായി. വിമാനത്താവള പദ്ധതിക്ക് വേണ്ടി കണ്ടെത്തിയ അതേ സ്ഥലത്ത് മറ്റൊരു പദ്ധതി കൊണ്ടുവരാൻ ശ്രമം നടന്നു. ഒരു ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്റർ അവിടെ സ്ഥാപിക്കാനായിരുന്നു നീക്കം. മുൻപ് വിമാനത്താവളത്തിന് ശ്രമിച്ച അതേ ആളുകൾ തന്നെ മറ്റൊരു പേരിൽ തിരികെ വന്നു. തണ്ണീർത്തടങ്ങൾ നികത്തി വ്യവസായശാലകൾ പണിയാനാണ് അവർ അനുമതി ചോദിച്ചത്. ഈ നീക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. പണ്ടത്തെ വിമാനത്താവള വിരുദ്ധ സമിതി വീണ്ടും സജീവമായി. KS സുരേഷിനെ പോലുള്ള നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വന്നു. ഒരു കാരണവശാലും ആറന്മുള പുഞ്ച നികത്താൻ അനുവദിക്കില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ ഈ പുതിയ പദ്ധതിക്കെതിരെ എതിർപ്പുകൾ ഉണ്ടായി. കൃഷിമന്ത്രി P. പ്രസാദ് ഇതിനെ ശക്തമായി എതിർത്തു. പരിസ്ഥിതി ലോലമായ ഈ പ്രദേശം വ്യവസായങ്ങൾക്ക് അനുയോജ്യമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൃഷി വകുപ്പ് വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകി. ഈ പ്രദേശം നികത്തിയാൽ അത് വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. 2018-ൽ കേരളത്തിലുണ്ടായ വലിയ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശമാണിത്. ഇവിടത്തെ തണ്ണീർത്തടങ്ങൾ നശിപ്പിച്ചാൽ വെള്ളപ്പൊക്കവും വരൾച്ചയും രൂക്ഷമാകും. 65 ഏക്കറോളം വരുന്ന നെൽകൃഷിയെ ഇത് നേരിട്ട് ബാധിക്കും. സ്വാഭാവിക ജലപാതകൾ ഇല്ലാതാകുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. റവന്യൂ മന്ത്രി K. രാജനും ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാടെടുത്തു. കൃഷി വകുപ്പിന്റെ അനുമതിയില്ലാതെ നെൽവയലുകൾ നികത്താൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. VM സുധീരനെ പോലുള്ള മുതിർന്ന നേതാക്കളും പുതിയ പദ്ധതിക്കെതിരെ മുന്നറിയിപ്പ് നൽകി. ഹരിത ട്രൈബ്യൂണലിന്റെ വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആ വിധി മറികടന്ന് അവിടെ ഒരു വ്യവസായവും തുടങ്ങാൻ കഴിയില്ല. ഇപ്പോൾ 2026-ലും ആറന്മുള ഒരു വലിയ പാടമായി നിലനിൽക്കുന്നു. വികസനം ആവശ്യമാണ്, എന്നാൽ അത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാകരുത്. 100 കണക്കിന് ഏക്കർ നെൽപ്പാടങ്ങൾ നികത്തി ഒരു വിമാനത്താവളം പണിയുന്നത് വികസനമല്ല, അതൊരു നാടിന്റെ കുടിവെള്ളം മുട്ടിക്കുന്ന പ്രവർത്തനമാണ്. ആറന്മുളയിലെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു. അവർ ശക്തമായി പോരാടി, തങ്ങളുടെ മണ്ണിനെ സംരക്ഷിച്ചു. ഒരു വിമാനത്താവളം വന്നാൽ കുറച്ചു പേർക്ക് ജോലി ലഭിച്ചേക്കാം, യാത്രാ സൗകര്യം വർദ്ധിച്ചേക്കാം. എന്നാൽ അതിനായി കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ്. ശുദ്ധവായുവും ശുദ്ധജലവും നഷ്ടപ്പെട്ടാൽ പിന്നെ വികസനം കൊണ്ട് കാര്യമില്ല. കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും കണ്ണൂരും അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. ഇനി മറ്റൊരു വിമാനത്താവളത്തിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. വെറും ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം മാത്രമായിരുന്നു KGS കമ്പനിയുടെ ലക്ഷ്യം. കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങി കൂടുതൽ വിലയ്ക്ക് വിൽക്കുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. അതുകൊണ്ടാണ് പ്രവാസി മലയാളികളും വിമാനത്താവളത്തെ അനുകൂലിച്ചവരും പിന്നീട് അതിൽ നിന്നും പിന്മാറിയത്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വരും തലമുറയ്ക്കായി ഈ ഭൂമിയെ കാത്തു സൂക്ഷിക്കണം. ആറന്മുളയിലെ ജനങ്ങൾ നൽകിയ സന്ദേശം അതാണ്. പണവും സ്വാധീനവും ഉപയോഗിച്ച് പ്രകൃതിയെ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് അവർ തെളിയിച്ചു. നിയമങ്ങളും കോടതികളും പ്രകൃതി സംരക്ഷണത്തിനൊപ്പമുണ്ടെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ആറന്മുള സംഭവം തെളിയിച്ചു. ഈ നിയമം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആറന്മുള പുഞ്ച അവിടെ ഉണ്ടാകുമായിരുന്നില്ല. നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടണം. സർക്കാരുകൾ വ്യവസായികളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങരുത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും മുൻഗണന നൽകണം. പരിസ്ഥിതി ആഘാത പഠനങ്ങൾ സത്യസന്ധമായി നടത്തണം.
തെറ്റായ വിവരങ്ങൾ നൽകി അനുമതി വാങ്ങുന്നവരെ കർശനമായി ശിക്ഷിക്കണം. ആറന്മുള വിമാനത്താവള പദ്ധതി ഇന്നൊരു ചരിത്രമാണ്, പരാജയപ്പെട്ട ഒരു പദ്ധതിയുടെ ചരിത്രം. എന്നാൽ ജനകീയ സമരങ്ങളുടെ ചരിത്രത്തിൽ ഇതൊരു വലിയ വിജയമാണ്. സാധാരണക്കാരായ ജനങ്ങൾ ഒത്തുചേർന്നാൽ ഏത് വലിയ ശക്തിയെയും തോൽപ്പിക്കാം എന്നതിന്റെ ഉദാഹരണമാണിത്. പരിസ്ഥിതി സംരക്ഷണത്തിനായി നടന്ന ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്നാണിത്. സുഗതകുമാരി ടീച്ചറെ പോലുള്ള പ്രകൃതി സ്നേഹികളുടെ ഓർമ്മകൾ ഈ സമരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇന്നും ആറന്മുളയിലെ പാടങ്ങളിൽ നെല്ല് വിളയുന്നുണ്ട്. പമ്പാനദി ശാന്തമായി ഒഴുകുന്നുണ്ട്. പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് ഒരു മുടക്കവും വന്നിട്ടില്ല. ഉത്രട്ടാതി വള്ളംകളി ആവേശത്തോടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ സാധ്യമായത് ആ നാളുകളിൽ ജനങ്ങൾ നടത്തിയ വലിയ പോരാട്ടം കൊണ്ടാണ്. വീണ്ടും ചിലർ വ്യവസായ പദ്ധതികളുമായി വരുമ്പോൾ ജനങ്ങൾ ജാഗ്രതയിലാണ്. തങ്ങളുടെ നാടിനെ നശിപ്പിക്കാൻ അവർ ആരെയും അനുവദിക്കില്ല. പുതിയ ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പദ്ധതിയും അവർ പരാജയപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ചുരുക്കത്തിൽ ആറന്മുള നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. ഭൂമി നമ്മുടെ മാത്രം സ്വത്തല്ല, അത് വരും തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. തണ്ണീർത്തടങ്ങൾ ഭൂമിയുടെ വൃക്കകളാണ്. അവ നശിപ്പിച്ചാൽ ഭൂമിക്ക് നിലനിൽപ്പില്ല. നെൽപ്പാടങ്ങൾ നമ്മുടെ അന്നമാണ്. അവ നികത്തി കോൺക്രീറ്റ് കാടുകൾ ഉണ്ടാക്കിയാൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ആറന്മുളയിലെ പച്ചപ്പ് എന്നും അവിടെ നിലനിൽക്കട്ടെ. ജനങ്ങളുടെ ഈ പോരാട്ടം ലോകത്തിന് മുഴുവൻ ഒരു മാതൃകയാകട്ടെ. ഇതാണ് ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ യഥാർത്ഥ കഥ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.